ഹായ്. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടിരുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ലൈവ് ക്ലാസ്, അതായത് ഇന്നലെ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ കേരള ചരിത്രം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സാറ് നല്ലൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് ബേസ് ചെയ്തിട്ട് 12 മണിക്ക് എക്സാം നമുക്ക് PDF രൂപത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ചെയ്തവർക്കും കേൾക്കാം, ചെയ്യാത്തവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം ഞാൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർ കേരളത്തിൽ അവരുടെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ എ ആര്യനാട്, ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി നെടുമങ്ങാട്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ അവരുടെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? അത് വിഴിഞ്ഞമാണ് അല്ലെ, വിഴിഞ്ഞമാണ്. ഇനി അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം, അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1695, ഓപ്ഷൻ ബി 1697, ഓപ്ഷൻ സി 1699, ഓപ്ഷൻ ഡി 1721. എന്നാണ് അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം? 1695. ഇനി അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊല്ലം കൊടുത്തിട്ടുണ്ട്, കണ്ണൂർ കൊടുത്തിട്ടുണ്ട്, തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്, കാസർഗോഡ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്? അത് തിരുവനന്തപുരമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഉത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കുരുമുളകിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇതിന് കാരണമാണെന്ന് പറയുന്നു. 2 പാരിതോഷികവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. 3 ബ്രിട്ടീഷുകാരുടെ അന്യായ ഭരണം. ഏതായിരിക്കും? ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതെന്താണ്? മൂന്നും, അതായത് എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഇനി അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവി ആയിരുന്നത് ആര്? ഓപ്ഷൻ എ മെക്കാളെ, ഓപ്ഷൻ ബി ഗിഫോർഡ്, ഓപ്ഷൻ സി ജൊനാഥൻ ഡങ്കൻ, ഓപ്ഷൻ ഡി TH ബേബർ. ആരാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ മേധാവി ആയിരുന്നത്? അത് ഗിഫോർഡ് ആണ് അല്ലെ, ഗിഫോർഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ആര്? ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനി ആര്? ആരായിരുന്നു? കുടമൺ പിള്ള. കുടമൺ പിള്ള. നമ്മളത് സർ അത്രയും ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത് താലൂക്കിലാണ്? ഓപ്ഷൻ എ ആറ്റിങ്ങൽ, ഓപ്ഷൻ ബി ചിറയിൻകീഴ്, ഓപ്ഷൻ സി നെയ്യാറ്റിൻകര, ഓപ്ഷൻ ഡി നെടുമങ്ങാട്. ഏതാണ്? ഓപ്ഷൻ ബി ചിറയിൻകീഴാണ്, ചിറയിൻകീഴ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1697, 1741, 1766, 1792. എന്നാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്? 1792. ഓക്കെ, അതും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പുരളീശമ്മൻ എന്നറിയപ്പെട്ടിരുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ആരാണെന്ന് കണ്ടെത്തുക. മാർത്താണ്ഡവർമ്മ, ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ, സാമൂതിരി. ആരാണ്? പഴശ്ശിരാജയാണ് അല്ലെ. ഓക്കെ, അതൊക്കെ പിവയ്ക്കാണ്. ഇനി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചതെന്ന് നമുക്കറിയാം. ഒന്നാം പഴശ്ശി കലാപം 1793, 97 അല്ലെ, ആ ഒരു സമയത്ത്. അപ്പൊ എന്ന് അവസാനിച്ചത്? 1797. ഇനി 11ാമത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാം പഴശ്ശി കലാപത്തിൽ മധ്യസ്ഥത വഹിച്ച രാജാവാര്? ആരായിരുന്നു? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ സി സാമൂതിരി, ഓപ്ഷൻ ഡി ചിറക്കൽ രാജ. ആരായിരുന്നു? ചിറക്കൽ രാജ. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷുകാരുടെ സൈനിക തലവൻ ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ എ TH ബാബർ, ഓപ്ഷൻ ബി ആർതർ വെല്ലസ്ലി, ഓപ്ഷൻ സി ജൊനാഥൻ ഡങ്കൻ, ഓപ്ഷൻ ഡി ഗിഫോർഡ്. ആരായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷുകാരുടെ സൈനിക തലവൻ? അത് ആർതർ വെല്ലസ്ലി ആയിരുന്നു. ആർതർ വെല്ലസ്ലി ആയിരുന്നു.
പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. എന്നാലും ഞാൻ പറയാം. ഓപ്ഷൻ എ VP മേനോൻ, ഓപ്ഷൻ ബി ശങ്കരമേനോൻ, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി ജോനാഥൻ ഡങ്കൻ. ആരായിരുന്നു? KM പണിക്കർ. അദ്ദേഹമാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാണ്? ആരായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ? ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ. ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, TH ബാബർ എന്ന് പറയും അല്ലെ. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് പഴശ്ശി കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ളത്? തലക്കൽ ചന്തു കൊടുത്തിട്ടുണ്ട്, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ നായർ. ആരായിരുന്നു? ഓപ്ഷൻ ഡി ആയിട്ടുള്ള മുകളിൽ നൽകിയവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പഴശ്ശി കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ ഏമൻ നായർ. ഓക്കെ ആണല്ലോ. ഇനി 16ാമത് ക്വസ്റ്റ്യൻ, പഴശ്ശിരാജ വീരമൃത്യു വരിച്ച സ്ഥലം ഏത്? തലശ്ശേരിയുണ്ട്, പുരളിമലയുണ്ട്, മാവിലാന്തോടുണ്ട്, ഇവയൊന്നുമല്ല. എവിടെയാണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ച സ്ഥലം? അത് മാവിലാന്തോടാണ് അല്ലെ, മാവിലാന്തോടാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയാണോ, കോഴിക്കോടാണോ, കണ്ണൂരാണോ, മലപ്പുറമാണോ? മാനന്തവാടി അല്ല, കാരണം എന്താ നമുക്കറിയാം, പഴശ്ശി ഡാം ആണ് അല്ലെ. കണ്ണൂർ എന്തായിരുന്നു? കണ്ണൂര് മാനന്തവാടി പഴശ്ശി മ്യൂസിയം അല്ല, സ്മാരകം. കണ്ണൂരാണ് പഴശ്ശി ഡാം. അപ്പൊ പഴശ്ശി മ്യൂസിയം എവിടെയായിരുന്നു? കോഴിക്കോടാണ്. അത് ഓർത്തു വെക്കുക കേട്ടോ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കുറിച്യ കലാപം നടന്ന വർഷം ഏത്? 1805, 1807, 1810, 1812 എന്നാണ് കുറിച്യ കലാപം നടന്നത്? 1812. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1. തോമസ് ഹാർവേ ബാബർ ഏർപ്പെടുത്തിയ നികുതി. അത് ശരിയാണോ? അല്ല അല്ലെ, തെറ്റാണ്. 2. നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്. അത് ശരിയാണ്. 3. വെട്ടിച്ചുട്ട് കൃഷി കാടുകളിൽ നടത്താൻ അനുവദിക്കാത്തത്. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്, 1 തെറ്റാണ്. 20ാമത് ക്വസ്റ്റ്യൻ ആണ്, കുറിച്യ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്? പ്ലാക്ക ചന്തു, വെൺകലോൻ കേളു, മാസിലോട്ടാടൻ യാമു, രാമൻ നമ്പി. ആരാണ്? രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ നോക്കാനുള്ളത്. എക്സാം എഴുതിയിട്ടുള്ളവര് എങ്ങനെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇനി ഇപ്പൊ ഞാൻ എടുത്തപ്പോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.